വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഇന്ന് ഓണം പ്രമാണിച്ച് ഓണമാണല്ലോ, അത് കാരണം ഞങ്ങളൊരു പായസ റെസിപ്പിയായിട്ട് എത്തിയിരിക്കുന്നത്. ഇന്നൊരു നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തിട്ടിരിക്കുന്നു. അതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി പാടൊന്നുമില്ല, അത്യാവശ്യം ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. പായസം നമ്മൾ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ, അത് കാരണം ഒരു എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 1/2 കിലോ നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ 1 കിലോ ശർക്കര. ഇതെല്ലാം നമുക്ക് ഒന്നുകൂടെ ഇത് ചെയ്യണം. ഞാൻ ഇപ്പൊ ഓടിച്ച് ഞാൻ എന്തെല്ലാം സാധനങ്ങളാണെന്ന് പറയുകയാണ്. നെയ്യുണ്ട്, പിന്നെ അതുകൂടെ ഏലക്ക പൊടിച്ചത് ഒരു 6 ഏലക്ക 2 സ്പൂൺ പഞ്ചസാരക്കകത്തിട്ട് പൊടിച്ച് അതിന്റെ കൂടെ ഒരു ഇച്ചിരി ചുക്കും കൂടെ ചേർത്ത് വെച്ചേക്കുന്നതാണ്. അതെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നെയ്ക്കകത്ത് വറക്കാനുള്ള സാധനങ്ങള് കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ തേങ്ങ കുഞ്ഞായിട്ട് കൊത്തിയെടുത്ത് വെച്ചത്. പിന്നെ ഇതൊരു സ്പെഷ്യൽ പായസമാണ്. ഇതിന് ഞങ്ങള് ഒരു 3 കുഞ്ഞിപ്പഴം ചേർത്ത് ഉണ്ടാക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞുണ്ടാക്കാൻ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ളതിന് വേണ്ടിയിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ മേടിച്ച് വെച്ചിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ച് നമ്മൾ ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ ഒരു ശകലം സോൾട്ട് എന്നൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് മധുരത്തിന് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശകലം സോൾട്ടും കൂടെ ആഡ് ചെയ്യണം. ഈ തേങ്ങാപ്പാലിനെ നമുക്ക് 2 ആയിട്ട് ഉണ്ടാക്കി വെക്കണം. അത് ഒരെണ്ണം നമുക്ക് ആദ്യം ഒരു 1.5 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 6 ടേബിൾ സ്പൂണ് കലക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് ഒരു പാല്. പിന്നെ അടുത്തത് നമ്മൾക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്കും അതിന്റെ കൂടെ ഒരു 3/4 ലിറ്റർ വെള്ളവും, അങ്ങനെ 2 പാലായിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണ്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം, ഈ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് സോക്ക് ചെയ്ത് വെക്കും. ഒരു ½ ആൻ അവർ സോക്ക് ചെയ്ത് വെക്കണം. അന്നേരത്തേക്ക് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ശർക്കര ചിരണ്ടി വെച്ചിട്ട് അത് പാനിയാക്കി എടുക്കണം. ഇതാണ് നമുക്ക് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്നാൽ അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇതൊന്ന് ശരിയാക്കി വെക്കാം. നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മള് പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്, ഉരുളി അടുപ്പ് വെച്ചിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചെറിയ ചൂടായിട്ട് തീ ഒരു ശകലം കുറച്ച് വെച്ചിട്ട് ഈ നമ്മള് കുക്കറിനകത്ത് വേവിച്ചെടുത്ത് വെച്ചേക്കുന്ന ഗോതമ്പ് നമ്മൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഇനി ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. മുഴുവൻ വേവിച്ച് വെച്ച ഗോതമ്പ് നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് അടിക്ക് പിടിക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ ചൂടാക്കി ഉരുക്കിയെടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ പാനി ഞാൻ ഇതിനകത്തോട്ട് ചുറ്റിച്ച് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഈ പാനി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശർക്കരപ്പാനി ഇതിനകത്തോട്ട് ഒഴിച്ചത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി പിടിക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇത് ഗോതമ്പുമായിട്ട് നന്നായിട്ട് ചേർന്ന് ഒന്ന് കുറുകി വരണം. അത്രയും വരെ നമ്മൾ കൈ മാറ്റാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാൻ നോക്കണം. ഒരു മീഡിയം സിമ്മിൽ വെച്ചാൽ മതി. മീഡിയം സിമ്മിൽ വെച്ച് കഴിയുമ്പോൾ ഒത്തിരി ഇതില്ലാണ്ട് അത്യാവശ്യം നന്നായിട്ട് ഗോതമ്പിനോട് ചേർന്ന് കുറുകി ശർക്കര കുറുകി നല്ല പരുവത്തിലെത്തും. ഇപ്പൊ ശർക്കര ഗോതമ്പിന്റെ കൂടെ ചേർന്ന് നന്നായിട്ട് ഒരുവിധം കുറുകിയിട്ടുണ്ട്. ഇത് ഇളക്കി ഒരുവിധം നന്നായിട്ട് എത്തിയിട്ടുണ്ട്, കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന സാധനം പഴം. നമ്മൾ 3 പഴം എടുത്ത് വെച്ച് കുഞ്ഞു പഴം 3 എണ്ണം മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിന്റെ കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അതിനെ ഇതിന്റെ കൂടെ ഒന്ന് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിപ്പോ ഇതിനകത്തോട്ട് ഞാനിതൊന്ന് ഒരു 1/2 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു വിട്ടു. ഇനി അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാത്തിനകത്ത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ 2ാം പാല് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് ചേർത്ത് ഇതിന്റെ കൂടെ കൊടുത്ത് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കണം. ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി എടുക്കണം. നന്നായിട്ട് അടിക്ക് പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ പയ്യെ ഇളക്കി കൊടുത്ത് നമ്മളിത് നന്നായിട്ട് കുറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 2ാം പാൽ ഒഴിച്ചത്. ഇതിലേക്ക് നമ്മൾ ഇനി ഒരു നുള്ള് ഉപ്പ്, 1
ടേസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ടു. ഇനി നമ്മൾ അതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഞാൻ ഇടയ്ക്ക് ഇളക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഏലക്ക പൊടിച്ചതും ചുക്കും കൂടി ഒരുമിച്ച് നമ്മൾ പൊടിച്ചു വെച്ചത് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെതറി ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. നമ്മൾ അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഏലക്കയുടെ അത് ഫ്ലേവർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിനകത്തോട്ട് മിക്സായി വരണം. ഇനി ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മിക്സ് ആകുന്ന. ഇനി ഇത് കുറച്ചുകൂടെ കുറുകണം. കുറുകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാനായിട്ട്. ഇപ്പൊ നമ്മളിത് കുറുകിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുറുകിക്കൊണ്ടിരിക്കുക. ഇളക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ അടിക്ക് പിടിക്കുന്ന സാധ്യതയുള്ളതുകൊണ്ട് മാക്സിമം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ രണ്ടാം പാല് ചേർത്തത് ഒരുവിധം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒന്നാം പാലൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിനി ഒന്നാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒന്നാം പാൽ ഒഴിച്ച് ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇപ്പൊ നമ്മുടെ പായസം ഓൾമോസ്റ്റ് ഒന്നാം പാലൊക്കെ ഒഴിച്ച് കുറുകി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ നട്ട്സും കിസ്മിസും ഒക്കെ നെയ്ക്കകത്ത് വറുത്ത് ചേർക്കണം. അപ്പൊ ഞാൻ ഇനി അതൊന്ന് വറുത്ത് ചേർക്കാനായിട്ട് പോവുക, വറുത്തിട്ട് എടുത്ത് വെക്കാനായിട്ട് പോവുക. ഇതിപ്പോ ഇവിടെ വെച്ചിട്ട് നട്ട്സ് വറക്കുക. ഞാൻ ഇത് ചൂടാക്കി വെച്ചിട്ടുണ്ട് കത്തിച്ച പാനിലേക്ക്. ഇപ്പൊ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ഇനി ഇതിനകത്തേക്ക് ഞാനിപ്പോ നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് ഇട്ടു. നമ്മള് നട്ട്സ് വറുത്തോണ്ടിരിക്കുകയാണ്. ഇനി അതിനകത്തോട്ട് ഞാൻ നട്ട്സ് ഒന്ന് ഇച്ചിരി പരുവായി കഴിയുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാൻ പോവാം. കിസ്മിസും കൂടി ഇട്ട് അതിനകത്തോട്ട് കിസ്മിസും കൂടി ഇട്ട് അത് വഴട്ടിയെടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ മുന്തിരിയും നട്ട്സും ചൂടാക്കിയത് വറുത്തത് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടെ മൂപ്പിച്ച് എടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ബ്രൗൺ കളറാക്കി ഇത് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മളിത് പായസത്തിനകത്ത് ഇതും കൂടി ഇടും. നമ്മുടെ പായസം ഓൾറെഡി റെഡി ആയിരിക്കുന്ന ഇത് ജസ്റ്റ് ഒരു മേളിലേക്ക് ഇടാനായിട്ടുള്ളത്. ഈ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസം കംപ്ലീറ്റ്ലി റെഡിയാവും. ഇതായിക്കൊണ്ടിരിക്കുന്നു, ബ്രൗൺ ആവുന്നുണ്ട്, ഓൾമോസ്റ്റ് ആയി. ഒരു 1 സെക്കൻഡ് കൂടെ മതി, ഇപ്പൊ തന്നെ ആയിക്കോളൂ. ഇനി നമ്മൾ ഈ തേങ്ങാക്കൊത്ത് എടുത്ത് ഇതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിനെ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും പോലെ ആവുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഇത് നട്ട്സും കിസ്മിസും തേങ്ങാക്കൊത്തും ആണ് ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം കംപ്ലീറ്റ്ലി നല്ല എടുക്കാവുന്ന പാകത്തിന് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്താൽ മാത്രം മതി. എടുത്തെല്ലാം പ്ലേറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ മതി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. ഒത്തിരി പാടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പായസമേ ഉള്ളൂ. ഇത്തിരി ഇളക്കുന്ന കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പായസമേ ഉള്ളൂ. ഈ നുറുഗോതമ്പിന്റെ പായസം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണം. നല്ലതാണേലും മോശമാണേലും നിങ്ങൾ കമന്റ് ചെയ്യണം. ഇത് കാണണം. പിന്നെ എല്ലാവർക്കും ഒപ്പം ഒന്നും കൂടെ ഓണത്തിന്റെ എല്ലാവിധ മംഗളാശംസകളും.